ഞാൻ നിങ്ങളോട് ചതുരം എന്നൊരു ടോപ്പിക്ക് പഠിച്ചപ്പം വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എടാ, ഒരു ചുറ്റളവ് കിട്ടിയാൽ നമുക്കറിയാം, ചുറ്റളവെന്ന് പറഞ്ഞാൽ മുകളിലും താഴെയും 2 നീളം വരും. എടാ, 2 നീളവും 2 വീതിയും കൂടെ കൂട്ടുന്നതാണ് ചുറ്റളവ്. ശരിയാണോ? ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. എൻട്രി ആപ്പിൻ്റെ സൂപ്പർ ഓവർ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കുറേയധികം ക്ലാസ്സുകളായിട്ട് ടോപ്പിക്ക് വൈസായിട്ട് 2021 മുതൽ ഇതുവരെ PSC നടത്തിയ എല്ലാ പരീക്ഷകളിലെയും ചോദ്യങ്ങൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്ന ടോപ്പിക്ക് വൈസ് ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചധികം ടോപ്പിക്കുകൾ ഇതുവരെ പറഞ്ഞും പഠിച്ചും തീർത്തു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് PSC 2021 തൊട്ട് ഇതുവരെ നടത്തിയ പരീക്ഷകളിലെ ജോമെട്രിയിലെ ചോദ്യങ്ങളാണ്. ജോമെട്രിയിലെ ചോദ്യങ്ങളുടെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഓക്കെ, കൃത്യമായിട്ടൊരു ഫിഗറല്ല, എല്ലാ ഫിഗറുകളെയും സംബന്ധിച്ച് PSC ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെ ക്രോഡീകരിച്ച് നമ്മളൊരു 10 നല്ല ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ ജോമെട്രിയുടെ ഈ ക്ലാസ് നിങ്ങളേവരും അവസാനം വരെ കാണുക. എല്ലാവർക്കും അത്യധികം ഉപകരിക്കുന്ന ടോപ്പിക്ക് തന്നെയാണിത്. ഓക്കെ, വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും ഇത് ഉതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. എല്ലാവരും പേനയും ബുക്കും എല്ലാം എടുത്തു വെച്ചതിന് ശേഷം മാത്രം ക്ലാസ് കാണുക. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങൾ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യ ചോദ്യം ഇങ്ങനെയാണ്. ഒരു റോംബസിൻ്റെ വിസ്തീർണം 240 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഡയഗണലുകളിൽ ഒന്ന് 16 സെൻറ്റിമീറ്ററാണ്. മറ്റൊരു ഡയഗണൽ കണ്ടെത്തുക. ഓപ്ഷനുണ്ട് 20 സെൻറ്റിമീറ്റർ, 30, 40, 50. ഡിഗ്രി പ്രിലിംസ് 2001 സ്റ്റേജ് 2023 ഏപ്രിൽ 29 നടത്തിയ ഡിഗ്രി പ്രിലിംസിൻ്റെ 1ാം ഘട്ടത്തിലെ ചോദ്യമാണ്. മക്കളെ, ചോദ്യം ഒരിക്കൽ കൂടി. ഒരു റോംബസിൻ്റെ വിസ്തീർണം. എന്താണ് റോംബസ് എന്നറിയണം മക്കളെ, എന്താണ് റോംബസ്? അപ്പം PSC ചോദിച്ചത് ഇങ്ങനെ ഇംഗ്ലീഷ് വാക്ക് തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് റോംബസ്? റോംബസ് മീൻസ് സമഭുജ സാമാന്തരികം. മക്കളെ, മലയാളം ഇങ്ങനെയാണ്, സമഭുജ സാമാന്തരികം. റോംബസ് എന്ന് പറഞ്ഞാൽ സമഭുജ സാമാന്തരികം. ഓക്കെ, സമഭുജ സാമാന്തരികം. അപ്പോൾ ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വിസ്തീർണം 240 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഡയഗണൽ എന്ന് പറഞ്ഞാൽ വികർണം. മക്കളെ, വികർണം ഒരെണ്ണം 16 സെൻറ്റിമീറ്റർ ആയാൽ അടുത്ത വികരണത്തിൻ്റെ നീളം കണ്ടെത്തുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം എന്താണ് റോംബസ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താണ് സമഭുജ സാമാന്തരികം എന്നൊരു ചോദ്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ മനസ്സിൽ ഉദിക്കുന്നുണ്ടെങ്കിൽ അതിതാണ് മക്കളെ, അതിതാണ്. റോംബസ് എന്ന് പറഞ്ഞാൽ സമഭുജമായ സാമാന്തരികം. അതായത് എല്ലാ വശങ്ങളും തുല്യമായ സാമാന്തരികത്തെ വിളിക്കുന്ന പേരാണ് സമഭുജ സാമാന്തരികം. എല്ലാ വശങ്ങളും തുല്യമായ സാമാന്തരികത്തെ വിളിക്കുന്ന പേരാണ് സമഭുജ സാമാന്തരികം. എല്ലാ വശങ്ങളും തുല്യമായ സാമാന്തരികം. ഓക്കെ, ഈ സാമാന്തരികത്തിൻ്റെ വിസ്തീർണം നമ്മളോട് പറയുന്നുണ്ട് 240 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന്. ഇതിൻ്റെ ഒരു ഡയഗണൽ പറയുന്നുണ്ട് മക്കളെ 16 സെൻറ്റിമീറ്റർ എന്ന്. എങ്കിൽ അടുത്ത ഡയഗണലിൻ്റെ നീളമാണ് കണ്ടെത്തേണ്ടത്. അപ്പം നമ്മുടെ ഈ തന്നിരിക്കുന്നത് ഇതിൻ്റെ വിസ്തീർണം തന്നിട്ടുണ്ട്, ഒരു ഡയഗണലിൻ്റെ നീളവും തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വിസ്തീർണവും ഡയഗണലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മക്കളെ, സമഭുജ സാമാന്തരികത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്ന മാർഗം ഇങ്ങനെയാണ്. ഹാഫ് D1 D2. മക്കളെ, ഹാഫ് D1 D2, 2/1 D1 D2, ഹാഫ് D1 D2. എന്താണ് D1 എന്ന് ചോദിച്ചാൽ അത് ഒരു വികരണമാണ് D1, അതായത് 1ാമത്തെ വികരണമാണ് D1. D2 എന്ന് പറഞ്ഞാൽ 2ാമത്തെ വികരണം. അപ്പോൾ ഹാഫ് D1 D2 എന്ന് പറഞ്ഞാൽ വികരണങ്ങളുടെ നീളങ്ങളാണ് D1ഉം D2ഉം. ശരി, ഇനി നമുക്കിതാ ഇത് ചെയ്യുമ്പോഴാണ് വിസ്തീർണം കിട്ടുന്നതെന്ന് അറിയാം. എങ്കിൽ മക്കളെ, ഈ വിസ്തീർണം നമ്മളോട് പറയുന്നുണ്ട് 240 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന്. എങ്കിൽ ഈക്വൽ ടു 240 എന്ന് എഴുതാം. എങ്കിൽ വില കൊടുക്കാം. 2/1 ഗുണം D1, ഒരു ഡയഗണലിൻ്റെ നീളം പറയുന്നുണ്ട് 16, ഇൻറ്റു 2ാമത്തെ ഡയഗണലിൻ്റെ നീളം അറിയത്തില്ല D2, ഈക്വൽ ടു 240 എന്നെഴുതാം. ഓക്കെ ആണോ? ശരി, നമുക്കൊന്ന് വെട്ടാം. 2-നകത്ത് 2 ഒരു വെട്ടം. മക്കളെ, 16-നകത്ത് 2, 8 വെട്ടം. 8 ഗുണം D2, അതായത് 8 D2 എന്ന് വരും. 8 D2 സമം 240. ശരി, എങ്കിൽ D2 ഈക്വൽ ടു D2 സമം 240/8 എന്ന് വരും. 240/8. 8-നകത്ത് 8 ഒരു വെട്ടം. 24-നകത്തിൽ 8 3 തവണ. ഒരു പൂജ്യോടുണ്ട്.
ശരിയാണോ? ഇതാ 30 സെൻറ്റിമീറ്റർ എന്ന് വരും. അതായത് നമ്മുടെ രണ്ടാമത്തെ ഡയഗണലിൻ്റെ നീളം 30 സെൻറ്റിമീറ്റർ, രണ്ടാമത്തെ വികരണത്തിൻ്റെ നീളം 30 സെൻറ്റിമീറ്റർ എന്ന് വരും. മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. അപ്പോൾ എന്തുവാ നമ്മുടെ സമഭുജ സാമാന്തരികത്തിൻ്റെ വിസ്തീർണം കാണുന്ന മാർഗം ഹാഫ് D1 D2. അപ്പോൾ വിസ്തീർണം അറിയാം, അതുകൊണ്ട് ഈക്വൽ ടു 240 എന്ന് എഴുതി. 2ഉം 16 വെട്ടി 8 D2 എന്ന് വരും. 8 D2 240 എങ്കിൽ 1 D2 എന്ന് പറഞ്ഞാൽ മക്കളെ 240/8, ഉത്തരം 30 സെൻറ്റിമീറ്റർ എന്ന് വരും. നമ്മുടെ ശരിയായ ഉത്തരം 30 സെൻറ്റിമീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഒരു ഗോളത്തിൻ്റെ വ്യാസം 30% വർദ്ധിപ്പിച്ചാൽ ഉപരിതല വിസ്തീർണത്തിൻ്റെ വർധനവ് എത്രയാണ്? മക്കളെ, ഒരു ഗോളത്തിൻ്റെ വ്യാസം 30% വർദ്ധിപ്പിച്ചാൽ ഉപരിതല വിസ്തീർണത്തിൻ്റെ വർധനവ് എത്ര ആണ്? ഒരു ഗോളത്തിൻ്റെ വ്യാസം മക്കളെ 30% വർദ്ധിച്ചു. വ്യാസം 30% വർദ്ധിച്ചാൽ ഉപരിതല വിസ്തീർണത്തിലുണ്ടാകുന്ന വർധനവ് എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഉണ്ട്: 69, 81, 27, 169. അതിന് ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കാണുന്നത് എങ്ങനെയാണെന്നറിയണം. മക്കളെ, ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കാണുന്നത് എങ്ങനെയാണെന്നറിയണം. ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കാണുന്ന മാർഗം 4πr² എന്നാണ്. എടാ, ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കാണുന്ന മാർഗം 4πr², 4πr². ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം കാണുന്ന മാർഗം കൂടെ ചുമ്മാ ഓർത്ത് വെച്ചോ, 4/3πr³. എടാ, ഗോളം പറഞ്ഞപ്പോൾ ചുമ്മാ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം കാണുന്ന മാർഗം 4/3πr³. എന്നാൽ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കാണുന്ന മാർഗം 4πr², 4πr², 4πr². അപ്പം 4ഉം പൈയും മക്കളെ എല്ലായിടത്തും ഉണ്ട്. തൽക്കാലം അവനെ വിട്ടേരെ. r² എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്തുവാ? r × r എന്നാണ്. എടാ, 6 2 വട്ടം എഴുതണമെന്ന് നമ്മളോട് പറയുന്നത്. ഇതിൻ്റെ വ്യാസം 30% വർദ്ധിച്ചെന്ന്. എങ്കിൽ ഉറപ്പായിട്ടും ആരവും 30% വർദ്ധിക്കും. വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം. അതുകൊണ്ട് തന്നെ ആരവും മക്കളെ ഉറപ്പായിട്ടും 30% വർദ്ധിക്കും. എങ്കിൽ നമ്മൾ ചെയ്യുന്ന മാർഗ്ഗം എത്രയേ ഉള്ളൂ. നമ്മുടെ പഴയ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണത്തെ 100% എന്നങ്ങോട്ട് വിളിക്കും. ഗോളത്തിൻ്റെ ആദ്യത്തെ ഉപരിതല വിസ്തീർണത്തെ 100% എന്ന് വിളിക്കും. ശരി, അങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ആരം ഒരു 30% വർദ്ധിപ്പിക്കുന്നത്. എങ്കിൽ മക്കളെ, ഇതിനെ പഴയ വിസ്തീർണമായ 100നെ പുതിയ ആരമായ 100ൽ 130 കൊണ്ട് ഗുണിക്കണം. കാര്യം നമുക്കറിയാം, ആരം 30% വർദ്ധിപ്പിച്ചപ്പം പഴയ ആരവും 100 ആയിരുന്നു. പഴയ ആരവും 100% ആയിരുന്നു. മനസ്സിലാക്കുക. അതൊരു 30% വർദ്ധിക്കുമ്പം ഇപ്പം 100ൽ 130 ഉണ്ട് മക്കളെ. 100ൽ 130, 100ൽ 130. ശരി, അപ്പം പഴയ വിസ്തീർണം 100 ആയിരുന്നു. പഴയ വിസ്തീർണത്തെ നമ്മുടെ പുതിയ ആരം കൊണ്ട് ഗുണിച്ചു. നമുക്കറിയാം, ആരം ഒരു തവണ ഗുണിച്ചാൽ പോരാ. ഉപരിതല വിസ്തീർണം കാണുമ്പം r² എടുക്കണം, r². അപ്പോൾ 6 2 വട്ടം ഗുണിക്കണം. എങ്കിൽ വീണ്ടും മക്കളെ 100ൽ 130 എന്നെഴുതണം. വീണ്ടും 100ൽ 130 എന്നെഴുതണം. പറഞ്ഞാൽ മനസ്സിലായോ? ഒന്നുമില്ല, ഏത് ജോമെട്രിക്കൽ ഐറ്റം ചോദിച്ചാലും നിങ്ങൾ ചെയ്യേണ്ട ഇങ്ങനെ ആദ്യം ഒരു 100 അങ്ങ് എഴുതുക മക്കളെ. ആദ്യം ഒരു 100 അങ്ങ് എഴുതുക. എന്നിട്ട് അതിൻ്റെ ആരത്തിനാണ് മാറ്റം വരുത്തുന്നതെങ്കിൽ ആരം എത്ര വട്ടം ഗുണിച്ചിട്ടുണ്ടെന്ന് നോക്കുക. അപ്പം 100ൽ 130 × 100ൽ 130. ഇനി ആരം ഒരു 30% കുറച്ചിരുന്നെങ്കിൽ 100ൽ 30 കുറഞ്ഞ് ബാക്കി 70. 100ൽ 70 × 100ൽ 70. മനസ്സിലായോ? ക്ലിയർ ആണോ? ശരി, എങ്കിൽ നമുക്ക് നമ്മുടെ പുതിയ വിസ്തീർണം കണ്ടുപിടിക്കാം. 0 0 0 0 വെട്ടിക്കളയാം മക്കളെ. ഈ 0 ഇതും പോയി, ഇതും ഇതുകൂടെ പോയി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വെട്ടാനൊന്നുമില്ല. 13 × 13 എന്ന് പറഞ്ഞാൽ 169 എന്ന് വരും. 169. ശരി, നമ്മുടെ പഴയ നമ്മുടെ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം മക്കളെ 100 ആയിരുന്നു. അതിപ്പോൾ 169 ആയി. 100 ആയിരുന്ന വിസ്തീർണം 169 ആയപ്പം വർദ്ധിച്ചേര്. വർധനവ് എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ 69% വർധനവ്. നമ്മുടെ ശരി ഉത്തരം 69%. നമ്മുടെ ശരി ഉത്തരം 69. ഓപ്ഷൻ ഡി 169 എന്നൊക്കെ കാണാൻ പറ്റും. പക്ഷേ മക്കളെ, നമ്മുടെ ചോദ്യം വർധനവ് എത്ര ശതമാനമെന്നാണ്. എടാ, നേരത്തെ 100 ഉണ്ടായിരുന്നു, ഇപ്പം 169 ആയി. എങ്കിൽ വർധനവ് 69%. വർധനവ് 69%. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ക്ലിയർ ആണോ? മനസ്സിലായി കാണും എന്ന് തന്നെ കരുതട്ടെ. നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം പരിശോധിക്കാം. ശരി, അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ആരോ ഇത്ര വർദ്ധിച്ചു, അല്ലെങ്കിൽ വ്യാസം ഇത്ര വർദ്ധിച്ചു, അല്ലെങ്കിൽ ഒരു
സമചതുരക്കട്ടയുടെ ഒരു വശം ഇത്ര വർദ്ധിച്ചു, ഇത്ര ശതമാനം വർദ്ധിച്ചെങ്കിൽ അതിൻ്റെ ഉപരിതല വിസ്തീർണം അല്ലെങ്കിൽ വ്യാപ്തത്തിലുണ്ടാകുന്ന വർധനവ് കണ്ടുപിടിക്കാൻ മക്കളെ ഉപരിതല വിസ്തീർണം കാണുന്ന സമവാക്യവും വ്യാപ്തം കാണുന്ന സമവാക്യവും പഠിച്ചു വെച്ചാൽ മതി. അതിനകത്തിൽ എവിടാണോ മാറ്റം വരുത്തുന്നത് അത് എത്ര തവണയുണ്ടോ അത്രയും തവണ ഇതേപോലെ എഴുതി ഗുണിച്ചാൽ മതി. മനസ്സിലായോ? ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചോദ്യം ഇങ്ങനെയാണ്: 36 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുള്ള ഒരു ഗോളത്തിൻ്റെ ആരം സെൻറ്റിമീറ്ററിൽ കണ്ടെത്തുക. ഓപ്ഷൻ ഉണ്ട് 3, 6, 4, നൺ ഓഫ് ദീസ്. ഇവയൊന്നുമല്ല. നമ്മുടെ 2023 മെയ് 27 നടന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ 3ാം സ്റ്റേജിൻ്റെ ചോദ്യം ഇത്. അപ്പോൾ മനസ്സിലാക്ക്, എല്ലായ്പ്പോഴും ഒരു ജിയോമെട്രിക്കൽ ഐറ്റം ചോദിക്കാതെ ഒരു പരീക്ഷ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് ഈ ക്ലാസ് അവസാനം വരെ കണ്ട് നോട്ട് തയ്യാറാക്കുക. ഓക്കെ, ചോദ്യം ഒന്നുകൂടെ. 36 സെൻറ്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുള്ള ഒരു ഗോളത്തിൻ്റെ ആരം സെൻറ്റിമീറ്ററിൽ കണ്ടെത്തുക. പറയുന്നുണ്ട് സുഹൃത്തുക്കളെ, 36 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ഗോളത്തിൻ്റെ വ്യാപ്തമാണ് പറയുന്നത്. ഒരു ഗോളത്തിൻ്റെ വ്യാപ്തമാണ് പറയുന്നത് 36 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. കുറച്ച് മുമ്പത്തെ, അതായത് തൊട്ട് മുമ്പത്തെ ചോദ്യം ചെയ്യുമ്പം ഞാൻ പറഞ്ഞു തന്നായിരുന്നു ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം കാണുന്നത് എങ്ങനെ, ഓർമ്മയുണ്ടോ? ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണമാണെങ്കിൽ മക്കളെ 4πr². വ്യാപ്തം തുടങ്ങേണ്ടത് 4 എന്ന് പറഞ്ഞ് തുടങ്ങും. വ്യാപ്തമാകുമ്പം 4/3 πr³. ഉപരിതല വിസ്തീർണം കാണാൻ 4πr² എങ്കിൽ വ്യാപ്തം കാണാൻ 4/3 πr³. ഓക്കെ ആണോ? ശരി, എങ്കിൽ ഈ പറയുന്ന 36 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് മക്കളെ 4/3 πr³. 4/3 πr³. 4/3 πr³ അതിൻ്റെ വ്യാപ്തം. ഇനി ആ വ്യാപ്തം കൃത്യമായിട്ട് പറയുന്നുണ്ട് 36 പൈ സെൻറ്റിമീറ്റർ ക്യൂബെന്ന്. 36 പൈ സെൻറ്റിമീറ്റർ ക്യൂബെന്ന്. ക്ലിയർ ആണോ? ശരി, നമുക്കറിയാം സമചിഹ്നത്തിന് ഇടതുവശത്തും വലതുവശത്തും ഒരു പൈ ഗുണിച്ചിട്ടുണ്ട്. എങ്കിൽ പൈ വെട്ടിക്കളയാം. ഇടത്തും വലത്തും ഒരേപോലുള്ള സംഖ്യകളെ വെട്ടിക്കളയാൻ നമുക്കറിയാം. എങ്കിൽ മക്കളെ ഇനി കിടക്കുന്ന r³ ഈക്വൽ ടു അപ്പുറത്തൊരു 36 ഉണ്ട്. 36 ഈ 4/3 നേരെ അപ്പുറത്ത് പോയി തിരിഞ്ഞു വീഴും. അപ്പം 3/4 എന്ന് വരും. 36 × 3/4 എന്ന് വരും. നമുക്ക് വെട്ടാൻ പറ്റും. 4-നകത്ത് 4 ഒരു വെട്ടം, 36-നകത്ത് 4 9 വെട്ടം. ഓക്കെ, എങ്കിൽ മക്കളെ r³ ഈക്വൽ ടു 9 3 27 എന്ന് വരും. r³ ഈക്വൽ ടു 27 എങ്കിൽ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സംഖ്യയുടെ ക്യൂബാണ് 27. ഏതോ ഒരു സംഖ്യയുടെ ക്യൂബാണ് 27. എങ്കിൽ r ഈക്വൽ ടു √27 എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ 3. നമ്മുടെ ആരം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നമ്മുടെ ചോദ്യം ആരം സെൻറ്റിമീറ്ററിൽ കണ്ടെത്തുക എന്നായിരുന്നു. ആരം സെൻറ്റിമീറ്ററിൽ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ശരിക്കുള്ള ആരം 3 സെൻറ്റിമീറ്റർ ആണ്. ക്ലിയർ ആണോ? മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, 3 സെൻറ്റിമീറ്റർ ആണ്. ക്ലിയർ ആണോ? 2023 നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഗോളത്തിൻ്റെ വ്യാപ്തം കാണുന്ന മാർഗ്ഗം എന്താ മക്കളെ എന്ന് പറഞ്ഞേ? 4/3 πr³. ഒന്നുകൂടെ പറഞ്ഞേ, 4/3 πr³. ഒന്നുകൂടെ പറഞ്ഞേ, 4/3 πr³. ഓക്കെ ആണോ? അപ്പോൾ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കാണുന്നത് എങ്ങനെയായിരുന്നു? 4πr². ശരി, ഒരവസരം വരുമ്പോൾ ചുമ്മാ ഒന്ന് പറയുക. എങ്കിൽ അർദ്ധഗോളം മക്കളെ, നാളെ ഒരു കാലത്ത് അർദ്ധഗോളത്തെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കാണുന്ന മാർഗ്ഗം സുഹൃത്തുക്കളെ 3πr². അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കാണുന്ന മാർഗ്ഗം 3πr². അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം കാണുന്ന മാർഗ്ഗം 2/3 πr³ മക്കളെ ഓർത്ത് വെച്ചോണം. നാളെ ഒരു സമയത്ത് ഗോളത്തിന് പകരം അർദ്ധഗോളമാണ് വരുന്നതെങ്കിൽ അർദ്ധഗോളം അഥവാ ഹെമിസ്ഫിയർ എന്ന് പറയും. ഹെമിസ്ഫിയറിൻ്റെ ഏരിയ അഥവാ ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല വിസ്തീർണം കാണുന്ന മാർഗ്ഗം 3πr² ആണ്. വ്യാപ്തം കാണുന്ന മാർഗ്ഗം 2/3 πr³ ആണ്. ക്ലിയർ ആണോ? ശരി, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെയാണ്: 10 സെൻറ്റിമീറ്റർ ആരമുള്ള ഈയഗോളം ഉരുക്കി അതേ ആരമുള്ള ഒരു വൃത്ത സ്തൂപികയാക്കിയാൽ സ്തൂപികയുടെ ഉന്നതി എത്ര? ഓപ്ഷൻ 20, 10, 40, 60.
VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് 2023 മെയ് 11 നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഒരു 10th ലെവൽ മെയിൻസ് പരീക്ഷയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത് കഴിഞ്ഞ ചോദ്യങ്ങളെല്ലാം എന്ത് വരുന്നത് ഡിഗ്രി പ്രിലിംസ് പരീക്ഷകളുടെയാണ്. ഒരു 10th മെയിൻസ് പരീക്ഷ മക്കളെ, ഇവിടെയും നിങ്ങൾ ചോദ്യം നോക്കിയേ, 10 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ഈയ ഗോളം. അപ്പോൾ ഇവിടെയും ഗോളത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഗോളത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു ഈയ ഗോളം ഒരുക്കി അതേ ആരമുള്ള ഒരു വൃത്തസ്തൂപികയാക്കിയാൽ സ്തൂപികയുടെ ഉന്നതി എത്ര? 10 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ഈയ ഗോളമാണ് ഉരുക്കുന്നത് എങ്കിൽ ഉരുക്കിയിട്ട് അതേ ആരം തന്നെയുള്ള ഒരു വൃത്തസ്തൂപികയാക്കുന്നു എങ്കിൽ നമുക്കറിയാം, എടാ ഒരു സാധനം ഉരുക്കി മറ്റൊരു സാധനം ആക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ടിൻ്റെയും വ്യാപ്തങ്ങൾ തുല്യമാണെന്ന്. വൃത്തസ്തൂപിക ഉരുക്കി ഗോളമാക്കിയാലും ഗോളം ഒരുക്കി വൃത്തസ്തൂപികയാക്കിയാലും സിലിണ്ടർ ഉരുക്കി ഗോളമാക്കിയാലും ഗോളം ഉരുക്കി സിലിണ്ടർ ആക്കിയാലും മക്കളെ എന്താണെങ്കിലും രണ്ടിൻ്റെയും വ്യാപ്തങ്ങൾ തുല്യമായിരിക്കും. കാര്യം ഒരു സാധനം ഉരുക്കി മറ്റേതിലോട്ട് മൊത്തത്തിലായിട്ട് ചേരുമ്പം രണ്ടിനകത്തിലും അടങ്ങുന്ന ക്വാണ്ടിറ്റി ഓഫ് അതിനകത്തിലെ സാധനങ്ങൾ എല്ലാം തുല്യമായിരിക്കും. ശരിയാണോ? അപ്പോൾ ഇവിടെ ഗോളം ഉരുക്കി വൃത്തസ്തൂപികയാക്കുമ്പം ഗോളത്തിൻ്റെ വ്യാപ്തം തന്നെയായിരിക്കും വൃത്തസ്തൂപികയുടെയും വ്യാപ്തം. ഗോളത്തിൻ്റെ വ്യാപ്തം തന്നെയായിരിക്കും വൃത്തസ്തൂപികയുടെയും വ്യാപ്തം. ക്ലിയർ ആണോ? ശരി, അപ്പം ഞാൻ ഒന്ന് എഴുതുക മക്കളെ. ഗോളത്തിൻ്റെ വ്യാപ്തം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഗോളത്തിൻ്റെ വ്യാപ്തം കാണുന്നത് എങ്ങനെ? 4/3 πr³. 4/3 πr³. എടാ ഗോളത്തിൻ്റെ വ്യാപ്തമായ 4/3 πr³ തന്നെയാണ് വൃത്തസ്തൂപികയുടെയും വ്യാപ്തം. അപ്പോൾ വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണുന്നത് എങ്ങനെയായിരുന്നു? വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാൽ കോൺ എന്ന് പറയും മക്കളെ. ഇതാണ് വൃത്തസ്തൂപിക. ഇതിൻ്റെ വ്യാപ്തം കാണുന്നത് എങ്ങനെയായിരുന്നു? 1/3 πr²h. ഓർമ്മയുണ്ടോ? 1/3 πr²h. 1/3 πr²h. ഇതാണ് വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണുന്ന മാർഗം. എടാ സംഭവം എന്തുവാ? ഒരു ലോഹ ഗോളം ഉരുക്കി ഒരു വൃത്തസ്തൂപികയാക്കുന്നു എങ്കിൽ ഉരുക്കി നിർമ്മിച്ചതുകൊണ്ട് രണ്ടിൻ്റെയും വ്യാപ്തങ്ങൾ തുല്യമായിരിക്കും. അതായത് ഗോളത്തിൻ്റെ വ്യാപ്തമായ 4/3 πr³ തന്നെയാണ് വൃത്തസ്തൂപികയുടെ വ്യാപ്തമായ 1/3 πr²h. ഇത്രയും ക്ലിയർ ആണോ? ശരി, ഇനി നമുക്ക് വില കൊടുക്കാം. നമ്മളോട് പറയുന്നു, എടാ 10 സെൻറ്റിമീറ്റർ ആരമുള്ള ഈയ ഗോളമാണ് ഉരുക്കിയിട്ട് നിർമ്മിച്ചതോ സെയിം ആരമുള്ള വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാൽ ഗോളത്തിൻ്റെ ആരം തന്നെയാണ് വൃത്തസ്തൂപികയുടെയും ആരം. അപ്പോൾ നമുക്ക് വില കൊടുക്കുമ്പം 4/3 അങ്ങനെ തന്നെ, പൈ അങ്ങനെ തന്നെ. ആരം മക്കളെ 10 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 10 × 10 കാര്യം 10ൻ്റെ ക്യൂബാണ് ഈക്വൽ ടു 1/3 പൈ × r². ഇവിടെ ആരം 10 തന്നെ. അപ്പം 10 × 10 എന്ന് എഴുതാം h. ഉയരം നമുക്കറിയത്തില്ല, ഉയരമാണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, നമുക്കറിയാം സമചിഹ്നത്തിനിടത്തും വലത്തും ഒരേപോലുള്ള സംഖ്യകൾ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ വെട്ടിക്കളയാം. അങ്ങനെയെങ്കിൽ മക്കളെ ആദ്യം പൈയും വെട്ടിക്കളയാം. ഇവിടെ ഒരു 10 ഉണ്ട്, വെട്ടാം. ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്, വെട്ടാം. ഇവിടെ /3 ഉണ്ട്, ഇവിടെയും /3 ഉണ്ട് മക്കളെ. രണ്ടിടത്തും /3 ഉണ്ട്, വെട്ടിക്കളയാം, ഒന്നുമില്ല. ഇനി ഇവിടെ ഒരു 4 ഉണ്ട്, ഗുണം 10 ഉണ്ട്. 4 × 10 എന്ന് പറഞ്ഞാൽ 40 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഒരു h കിടപ്പുണ്ട്, h എന്ന് പറഞ്ഞാൽ h ഈക്വൽ ടു 40 എന്ന് പറയാം. തിരിച്ചു പറഞ്ഞാൽ h ഈക്വൽ ടു 40. അതായത് നമ്മുടെ വൃത്തസ്തൂപികയുടെ ഉയരം 40 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ വൃത്തസ്തൂപികയുടെ ഇതിൻ്റെ ഉയരം 40 സെൻറ്റിമീറ്റർ ആണ് മക്കളെ. നമ്മുടെ വൃത്തസ്തൂപികയുടെ ഉയരം 40 സെൻറ്റിമീറ്റർ. ശരിയാണോ? നമ്മുടെ ശരിക്കുള്ള ഉത്തരം ഓപ്ഷൻ സി 40 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഒരു 10th മെയിൻസ് പരീക്ഷയുടെ ചോദ്യമാണ്. ക്ലിയർ ആണോ? അപ്പം ഓർത്ത് വെച്ചോ മക്കളെ, ഗോളത്തിൻ്റെ വ്യാപ്തം കാണുന്ന മാർഗം 4/3 πr³ എങ്കിൽ വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണുന്ന മാർഗം 1/3 πr²h. ശരി, ചുമ്മാ പറയുക. എടാ ഒരു വൃത്തസ്തംഭം അഥവാ സിലിണ്ടർ, ഇതാണ് സിലിണ്ടർ. ഇതിൻ്റെ വ്യാപ്തം കാണുന്ന മാർഗം മക്കളെ πr²h. ഈ πr²hൻ്റെ ഫ്രണ്ടിൽ ഒരു 1/3 ചേർക്കുമ്പോഴാണ് വൃത്തസ്തൂപികയുടെ വ്യാപ്തമാവുന്നത്. വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണുന്ന മാർഗം 1/3 πr²h.
വൃത്തസ്തംഭം അഥവാ സിലിണ്ടറിൻ്റെ വ്യാപ്തം കാണുന്ന മാർഗം πr²h. πr²h. മനസ്സിലായോ? ക്ലിയർ ആണോ? നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. വാ. ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്ത സമചതുരത്തിൻ്റെ ഒരു വശം 2 സെൻറ്റിമീറ്റർ ആയാൽ വൃത്തത്തിൻ്റെ പരപ്പളവ് എത്ര? ഓപ്ഷൻ ഉണ്ട് 2π, 4π, √2π, ഫോർത്ത് റൂട്ട് ഓഫ് 2π. 2023 മെയ് 11 തന്നെ നടന്ന VFAയുടെ ചോദ്യം തന്നെയാണ്. അതായത് 10th ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക്, അതായത് ഒറ്റ പരീക്ഷയിൽ 2 ജോമെട്രി ചോദ്യങ്ങൾ, 10 മാർക്ക് മാത്രമുള്ള കണക്ക് മെൻ്റൽ എബിലിറ്റി കൂടെ ചേർത്ത് 10 മാർക്കുള്ള പരീക്ഷയിൽ 2 എണ്ണം ജോമെട്രി ആയിരുന്നു. വരുന്ന പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം 2 ജോമെട്രി വരെ, അല്ലെങ്കിൽ 3 എണ്ണം വരെയും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നോക്കി മക്കളെ, ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്ത സമചതുരത്തിൻ്റെ ഒരു വശം. ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്തിരിക്കുന്ന സമചതുരം, ഇതാണൊരു വൃത്തം. ഇതിൽ അന്തർലേഖനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ വരയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമചതുരം എന്നാണ്. ഈ വൃത്തത്തിൽ വരയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമചതുരം എന്നാണ് അന്തർലേഖനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഇതാണ് ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ സമചതുരം. ഈ സമചതുരത്തിൻ്റെ ഒരു വശം മക്കളെ 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്ററാണ്. കണ്ണു അടച്ചുകൊണ്ട് പറയാം, ഇവിടെയും 2 സെൻറ്റിമീറ്ററാണ്. ഓക്കെ ആണോ? ഇവിടെ 2 എങ്കിൽ ഇവിടെയും 2, ഇവിടെ 2, ഇവിടെ 2. എങ്കിൽ ഒരു വശം 2 സെൻറ്റിമീറ്റർ ആയാൽ വൃത്തത്തിൻ്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം വൃത്തത്തിൻ്റെ പരപ്പളവ് കാണുന്ന മാർഗം, അഥവാ വൃത്തത്തിൻ്റെ ഏരിയ കാണുന്ന മാർഗം πr² ആണ്. വൃത്തത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താണെങ്കിലും πr² ചെയ്തേ പറ്റൂ. അപ്പം വൃത്തത്തിൻ്റെ π എന്തായാലും നമുക്കറിയാം, പൈയുടെ വില കൊടുക്കേണ്ടാന്ന് ഓപ്ഷൻ കണ്ടാൽ മനസ്സിലായി. പക്ഷേ ആരം വേണം, 6 വേണം. എങ്കിൽ ആരം കണ്ടുപിടിക്കണം. ആരം കണ്ടുപിടിക്കാൻ ഏക മാർഗം മക്കളെ നമ്മളിതാ ഇതിൻ്റെ ഡയഗണൽ അങ്ങ് വരയ്ക്കുകയാണ്. നമ്മുടെ സമചതുരത്തിൻ്റെ ഡയഗണൽ അങ്ങ് വരച്ച് യോജിപ്പിച്ചാൽ ആ ഡയഗണൽ നമ്മുടെ വൃത്തത്തിൻ്റെ വ്യാസമാകത്തില്ലേ? ആകും മക്കളെ. ആ ഡയഗണൽ നമ്മുടെ വൃത്തത്തിൻ്റെ വ്യാസമാകും. വൃത്തത്തിൻ്റെ വ്യാസം ഇതെങ്കിൽ അതിൻ്റെ പകുതിയായിരിക്കണമല്ലോ മക്കളെ എന്തായാലും നമ്മുടെ ആരം. അതിൻ്റെ പകുതിയായിരിക്കണം നമ്മുടെ ആരം. ഇതായിരിക്കണം നമ്മുടെ ആരം. ശരിയാണോ? ഇതായിരിക്കണം നമ്മുടെ ആരം. എങ്കിൽ ഈ മൊത്തം നീളം കണ്ടുപിടിച്ചാൽ അതിൻ്റെ പകുതി എടുത്താൽ നമ്മുടെ ആരം കിട്ടും. മൊത്തം ആ ഡയഗണലിൻ്റെ മൊത്തം നീളം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പകുതി എടുത്താൽ ആരം കിട്ടും. അതിന് നമുക്കറിയാം ഇതൊരു മട്ടത്രികോണമാണ്. ഈ മട്ടത്രികോണത്തിലെ ഇവിടെ 2 ആണ്, ഇവിടെയും 2 ആണ്. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ഒരു മട്ടത്രികോണത്തിൻ്റെ 2 വശങ്ങൾ തുല്യമാണെങ്കിൽ, അഥവാ ഇത് എയും ഇതും എയും ആണെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും ഇത് A√2 ആയിരിക്കും. ഓർമ്മയുണ്ടോ? എയും എയും ആണെങ്കിൽ A√2 ആയിരിക്കും. അതായത് 2 വശങ്ങൾ തുല്യമാണെങ്കിൽ മൂന്നാമത്തെ വശം അഥവാ വലിയ വശം അതിനോടൊപ്പം √2 കൂടെ ചേർത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ മക്കളെ ഇവിടെ 2, ഇവിടെ 2, 2ഉം 2ഉം വന്നാൽ ഉറപ്പായിട്ടും ഇവിടെ 2√2 ആയിരിക്കും. ഇവിടെ 2 എങ്കിൽ ഇവിടെ 2√2 ആയിരിക്കും. മനസ്സിലായോ? ഇവിടെ 2 എങ്കിൽ ഇവിടെ 2√2 ആയിരിക്കും. അപ്പോൾ മനസ്സിലായി, ഇത് മൊത്തം 2√2. വ്യാസം ഡയമീറ്റർ മൊത്തം, അതായത് 2r എന്ന് പറയുന്നത് ആരത്തിൻ്റെ ഇരട്ടിയാണല്ലോ മക്കളെ. എന്ത്? ആരത്തിൻ്റെ ഇരട്ടിയാണല്ലോ വ്യാസം. അപ്പോൾ ആരം 6 ആണെങ്കിൽ 2r എന്ന് പറയുന്ന മക്കളെ 2√2. ഓക്കെ, എങ്കിൽ 6 എന്ന് പറഞ്ഞാൽ 2√2/2 വരും. 2ഉം 2ഉം വെട്ടിക്കളയാം. ആരം എന്ന് പറഞ്ഞാൽ മക്കളെ √2 വരും. ആരം √2 വരും. നമ്മുടെ വൃത്തത്തിൻ്റെ ആരം √2 കിട്ടും. വൃത്തത്തിൻ്റെ ആരം കിട്ടിയാൽ ഇനി കാര്യം സിമ്പിളാ. ആരം കിട്ടിയല്ലോ, ഇനി വൃത്തത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാം. വൃത്തത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്ന മാർഗം πr². π × √2ൻ്റെ സ്ക്വയർ. π × √2ൻ്റെ സ്ക്വയർ. നമുക്കറിയാം √2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2. അപ്പം π × √2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വെറും 2. π × 2 എന്ന് പറഞ്ഞാൽ 2π എന്ന് വരും. നമ്മുടെ ശരി ഉത്തരം 2π ആണ്. നമ്മുടെ വൃത്തത്തിൻ്റെ വിസ്തീർണം 2π cm² ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നമ്മുടെ ശരി ഉത്തരം 2π cm² ആണ്. ക്ലിയർ ആണോ? മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. ഓക്കെ ആണോ? നമുക്കിനിയും മുന്നോട്ട് പോകാം.
ഇനിയും നല്ല നല്ല ചോദ്യങ്ങൾ പരിചയപ്പെടാനുണ്ട്. മുന്നോട്ട് പോയാലോ? വാ. ചോദ്യം ഇങ്ങനെയാണ്: ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിൻ്റെ ചുറ്റളവ് 560 മീറ്ററാണ്. അതിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 4:3 ആയാൽ ഈ ചതുരാകൃതിയിലുള്ള പുരയിടത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ചോദ്യം ഒന്നുകൂടെ: ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിൻ്റെ ചുറ്റളവ് 560 മീറ്ററാണ്. അതിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 4:3 ആയാൽ ചതുരാകൃതിയിലുള്ള പുരയിടത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ എത്ര? ഓപ്ഷൻ ഉണ്ട്: 18,200 ചതുരശ്ര മീറ്റർ, 19,200 ചതുരശ്ര മീറ്റർ, 19,800 ചതുരശ്ര മീറ്റർ, 18,600 ചതുരശ്ര മീറ്റർ. മക്കളെ, 2023 ഏപ്രിൽ 27 നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ചോദ്യമാണ്. ഓക്കെ, 2023 ഏപ്രിൽ 27 നടന്ന ഒരു കൊല്ലം മാത്രം ബാക്കിലോട്ട് പോയുള്ള പരീക്ഷയുടെ ചോദ്യമാണ്. ഒരു 10th മെയിൻസ് പരീക്ഷയാണ്. ചോദ്യം ഒന്നുകൂടെ: ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിൻ്റെ ചുറ്റളവ് മക്കളെ 560. ശരി, ഞാൻ നിങ്ങളോട് ചതുരം എന്നൊരു ടോപ്പിക്ക് പഠിച്ചപ്പം വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എടാ, ഒരു ചുറ്റളവ് കിട്ടിയാൽ നമുക്കറിയാം, ചുറ്റളവെന്ന് പറഞ്ഞാൽ മുകളിലും താഴെയും 2 നീളം വരും. എടാ, 2 നീളവും 2 വീതിയും കൂടെ കൂട്ടുന്നതാണ് ചുറ്റളവ്. ശരിയാണോ? എടാ, 2 നീളവും 2 വീതിയും കൂടെ കൂട്ടുന്നതാണ് ചുറ്റളവ്. അപ്പം 2 നീളം പ്ലസ് 2 വീതിയാണ് മക്കളെ ചുറ്റളവ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് കിട്ടിയാൽ കറക്റ്റ് ചുറ്റളവിൻ്റെ പകുതി എടുത്തു വെച്ചിട്ട് പറയണം, ഇതാണ് 1 നീളവും 1 വീതിയും കൂടെ കൂട്ടിയാലുള്ളത്. എടാ, 1 നീളവും 1 വീതിയും കൂടെ കൂട്ടിയാൽ മക്കളെ കറക്റ്റ് ചുറ്റളവിൻ്റെ പകുതി വരും. എടാ, ചുറ്റളവ് മൊത്തത്തിൽ വരുന്നത് 2 നീളവും 2 വീതിയും കൂടെ കൂട്ടുന്നുണ്ടാ എങ്കിൽ 1 നീളവും മക്കളെ 1 വീതിയും കൂടെ കൂട്ടിയാൽ ആലോചിക്കുക, 1 നീളവും 1 വീതിയും കൂടെ കൂട്ടിയാൽ ആ മൊത്തത്തിലുള്ളതിൻ്റെ കറക്റ്റ് പകുതിയല്ലേ വരേണ്ടത്? ആണ്. എങ്കിൽ നമുക്ക് മനസ്സിലായി എടാ, 1 നീളവും 1 വീതിയും കൂടെ കൂട്ടിയാൽ എത്ര വരത്തുള്ളൂ? 1 നീളവും 1 വീതിയും കൂടെ കൂട്ടിയാൽ 560ൻ്റെ പകുതി മക്കളെ 280 വരത്തുള്ളൂ. 560 ആണ് മൊത്തത്തിലുള്ള ചുറ്റളവ്. അപ്പോൾ 560ൻ്റെ പകുതി 280 ആയിരിക്കും 1 നീളം പ്ലസ് 1 വീതി. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഇനി എന്തോ പറയുന്നത്? അതിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 4:3 ആണെന്ന്. മക്കളെ, ഇതിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 4:3 ആണെന്ന്. എങ്കിൽ എടാ, നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ 4:3 എങ്കിൽ നീളത്തിനെ നമ്മൾ 4x എന്നും വിളിക്കും. 4x. വീതിയെ 3x എന്നും വിളിക്കാം. കാര്യം അംശബന്ധം മക്കളെ 4:3 എങ്കിൽ 2 പേരിൽ നിന്ന് ഏതോ ഒരു കോമൺ നമ്പർ വെട്ടിക്കളഞ്ഞപ്പോഴല്ലയോ 4ഉം 3ഉം വന്നത്. ആ വെട്ടിക്കളഞ്ഞ സംഖ്യയെ ഞാൻ x എന്ന് വിളിച്ചാൽ എടാ, നീളത്തിനെ 4x എന്ന് പറയാം, വീതിയെ 3x എന്ന് പറയാം. ഓക്കെ ആണോ? എടാ, 4:3 ആണ് നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ. നമുക്കറിയാം റേഷ്യോ വരുന്നത് എന്തുകൊണ്ടാണ്? റേഷ്യോ വരുന്നത് 2 കോമൺ നമ്പർ വെട്ടിക്കളഞ്ഞത് കൊണ്ടാണ് 4 3 അത്രയും ചെറുതായത്. അപ്പോൾ 2 വെട്ടിക്കളഞ്ഞ സംഖ്യയെ ഞാൻ തൽക്കാലം x എന്ന് വിളിച്ചാൽ മക്കളെ 4 ഗുണം x ആണ് നീളം അഥവാ 4x, 3 ഗുണം x ആണ് വീതി അഥവാ 3x. അപ്പം നമുക്ക് മനസ്സിലായി നീളം 4x, വീതി 3x. ഇനി നമുക്കറിയാം എടാ, 1 നീളവും 1 വീതിയുടെ കൂട്ടി എന്ത് വരണം? 280 വരണം. അപ്പോൾ എങ്ങനെ എഴുതാം? എടാ, 4x അധികം അഥവാ നീളത്തിൻ്റെ സ്ഥാനത്ത് എല്ലിൻ്റെ സ്ഥാനത്ത് 4x അധികം 3x ഈക്വൽ ടു മക്കളെ 280. ഓക്കെ ആണോ? 4x 3x കൂട്ടിയാൽ മക്കളെ 7x എന്ന് വരും. 4x 3x കൂട്ടിയാൽ 7x. 7x = 280 എങ്കിൽ x ഈക്വൽ ടു 280/7 എന്ന് വരും. 280/7. ഓക്കെ, വെട്ടിക്കളയാൻ പറ്റും. 7-നകത്ത് 7 ഒരു വട്ടം, 28-നകത്ത് 7 4 വട്ടം, 4ഉം 0 ചേർത്ത് എഴുതിയാൽ 40 എന്ന് പറയാം. 40 മക്കളെ എക്സിൻ്റെ വില 40 എന്ന് കിട്ടും. ഇത്രയും മനസ്സിലായോ? എടാ, എക്സിൻ്റെ വില 40 എന്ന് കിട്ടും. എക്സിൻ്റെ വില 40 എന്ന് കിട്ടിയാൽ നമുക്ക് വേണ്ടത് എന്തുവാ? എക്സിൻ്റെ വിലയല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഈ ചതുരാകൃതിയായ പുരയിടത്തിൻ്റെ വിസ്തീർണമാണ്. നമുക്കറിയാം വിസ്തീർണം കാണുന്ന മാർഗം എന്തുവാ? ചതുരത്തിൻ്റെ വിസ്തീർണം കാണുന്നത് എങ്ങനെയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താ, നീളം ഗുണം വീതിയാണ്. എങ്കിൽ നീളത്തിൻ്റെ സ്ഥാനത്ത് മക്കളെ 4x ഇൻറ്റു വീതിയുടെ സ്ഥാനത്ത് മക്കളെ 3x. അപ്പം 3x, 4x ഇൻറ്റു 3x ചെയ്താൽ മതി.
എന്ന് പറഞ്ഞാൽ ദാ എന്തു ചെയ്യണം? 4 ഗുണം എക്സിൻ്റെ വില കിട്ടിയല്ലോ 40. 4 ഗുണം 40 ഇൻറ്റു 3 ഗുണം ദാ 40 എന്ന് വരും. ശരിയാണോ? 4 ഗുണം 40 എന്ന് പറഞ്ഞാൽ മക്കളെ 4 16 160 വരും. ഇൻറ്റു 3 ഗുണം 40 എന്ന് പറഞ്ഞാൽ 120 വരും. 12 ഇൻറ്റു 16. 12 ഇൻറ്റു 16 എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് നോക്കാം. 12 ഗുണം 16 അല്ലെങ്കിൽ 16 ഇൻറ്റു 12. 6 2 12 ശിഷ്ടം 1. 1 2 2 1 3. 1 6 6 1 1 1 2 6 3 9. ദാ 192 വരും. 192 ഒരു 2 0 കൂടെ ദാ 19,200 ചതുരശ്ര മീറ്റർ എന്ന് വരും. 19,200 ചതുരശ്ര മീറ്റർ. ഇതാണ് ചതുരാകൃതിയായ നമ്മളോട് പറഞ്ഞിരിക്കുന്ന പുരയിടത്തിൻ്റെ വിസ്തീർണം അഥവാ പരപ്പളവ് അഥവാ ഏരിയ. 19,200 ചതുരശ്ര മീറ്റർ. മക്കളെ 19,200 ചതുരശ്ര മീറ്റർ. ഓപ്ഷൻ ബി ഉണ്ട് ഇവിടെ. ഇതാ കണ്ടോ, 19,200 ചതുരശ്ര മീറ്ററാണ് നമ്മുടെ ശരി ഉത്തരം. നമ്മൾ ചെയ്തത് എന്തുവാ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ, ചതുരത്തിൻ്റെ മൊത്തം ചുറ്റളവ് 560. അതുകൊണ്ട് ചുറ്റളവിൻ്റെ പകുതി അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് പറയണം അതാണ് ഒരു നീളം പ്ലസ് ഒരു വീതി. ഓക്കെ ആണോ? അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 250 എന്ന് എഴുതി. ഇനി നീളവും വീതിയും 4:3 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ 4:3 എന്ന റേഷ്യോ വരുമ്പം നമുക്കറിയാം ഇതാ ഇവരെ പൊതുവായിട്ട് ഏതോ നമ്പർ കൊണ്ട് വെട്ടിക്കളഞ്ഞപ്പോഴാണ് 4 3 വന്നത്. എങ്കിൽ വെട്ടിക്കളഞ്ഞ സംഖ്യ ഞാൻ എക്സ് എന്ന് ചേർത്ത് വിളിച്ചാൽ നീളം 4x ആണ്, വീതി 3x ആണ്. എടാ, നീളം 4x ആണ്, വീതി 3x ആണ്. ഓക്കെ ആണോ? അപ്പം നീളം 4x, വീതി 3x. അപ്പം 4x അധികം 3x ഇതാ ഇവിടുത്തെ ഈ ഒരു സാധനത്തിനകത്ത് വില കൊടുത്തിയാണ്. 4x 3x കൂടെ ചേർന്ന 250. എക്സിൻ്റെ വില കിട്ടി 40. ശരി, എങ്കിൽ നമുക്ക് വിസ്തീർണം കാണാൻ നീളം ഗുണം വീതിയാണ് അഥവാ 4x ഗുണം 3x. ഓക്കെ ആണോ? ദാ നമ്മുടെ ഉത്തരം കിട്ടി 19,200 ചതുരശ്ര മീറ്റർ. ക്ലിയർ ആണേ? മനസ്സിലായി കാണുമെന്ന് കരുതിക്കോട്ടെ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം 3:5:8 എന്ന അംശബന്ധത്തിലാണ്. അതിൻ്റെ ഉപരിതല വിസ്തീർണം 1422 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ ചതുരക്കട്ടയുടെ ഉയരം എത്രയായിരിക്കും? ഒന്നുകൂടെ. ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം 3:5:8 എന്ന അംശബന്ധത്തിലാണ്. അതിൻ്റെ ഉപരിതല വിസ്തീർണം 1422 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ ചതുരക്കട്ടയുടെ ഉയരം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഉണ്ട് മക്കളെ. 18, 24, 27, 15. എന്നത്തെ ക്വസ്റ്റ്യനാണ് നോക്കി. എടാ, കഴിഞ്ഞ ആഴ്ച PSC സംഘടിപ്പിച്ച CPOയുടെ ചോദ്യമാണ് നോക്കി. 2024 ജൂൺ 8 നടന്ന CPO പരീക്ഷയുടെ ചോദ്യമാണ്. ഒരാഴ്ച മാത്രം പഴക്കമുള്ള ചോദ്യം, ഏറ്റവും ലേറ്റസ്റ്റ് ചോദ്യം. കണ്ടോ മക്കളെ? ചോദ്യം വന്നിരിക്കുന്ന ഇവിടുന്ന ചതുരക്കട്ടയിൽ നിന്നും. ചതുരക്കട്ട അഥവാ ക്യൂബോയിഡ് എന്ന് പറയും. ക്യൂബോയിഡ്, ചതുരക്കട്ട മീൻസ് ക്യൂബോയിഡ് എന്ന് പറയും. ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം 3:5:8 ആണ്. മക്കളെ, ഞാനൊന്ന് മാറ്റി എഴുതുക. ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും 3:5:8 എന്ന അംശബന്ധത്തിലാണ്. 3:5:8 എന്ന അംശബന്ധത്തിലാണ്. ഓക്കെ ആണോ? ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും 3:5:8 എന്ന അംശബന്ധത്തിലാണ്. ശരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടാ, ഇത് യഥാർത്ഥത്തിൽ അംശബന്ധമാണ്. ഈ അംശബന്ധങ്ങളെ ഏതോ കോമൺ നമ്പർ ഉപയോഗിച്ച് വെട്ടിക്കളഞ്ഞപ്പോഴല്ലേ ഇങ്ങനെ വന്നത്. എങ്കിൽ ആ വെട്ടിക്കളഞ്ഞ സംഖ്യ നമുക്ക് എക്സ് എന്ന് വിളിച്ചാൽ യഥാർത്ഥത്തിൽ ഇവരാരായിരിക്കും എന്ന് പറയാമോ? വെട്ടിക്കളയാൻ ഉപയോഗിച്ച സംഖ്യ എക്സ് എന്ന് വിളിച്ചാൽ എടാ, നീളം 3x എന്ന് പറയാം. നീളം 3x, വീതി 5x, ഉയരം 8x. ഓക്കെ ആണോ? നീളം 3x, വീതി 5x, ഉയരം 8x. ഇതാണ് ആ ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും. ഇത്രയും ക്ലിയർ ആണോ? ഇതാണ് ആ ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും. ഇത്രയും ക്ലിയർ ആണോ? കാര്യം വെട്ടിക്കളഞ്ഞപ്പോഴാണ് 3:5:8 എന്ന് വന്നത്. അപ്പം 3 കോമൺ ആയിട്ട് വെട്ടിക്കളഞ്ഞ സംഖ്യ നമ്മൾ എക്സ് എന്ന് വിളിച്ചാൽ നീളം 3x വരും, വീതി 5x വരും, ഉയരം 8x വരും. ഇനി പറയുന്നത് മക്കളെ,
അതിൻ്റെ ഉപരിതല വിസ്തീർണം 1422 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന്. ഇതിൻ്റെ ഉപരിതല വിസ്തീർണം 1422 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന്. എങ്കിൽ ചതുരക്കട്ടയുടെ ഉപരിതല വിസ്തീർണം കാണുന്നത് എങ്ങനെയാണെന്നറിയണം. നിങ്ങളെ ചതുരക്കട്ടയുടെ ഉപരിതല വിസ്തീർണം കാണുന്നത് എങ്ങനെയാണെന്നറിയണം. എങ്കിൽ ചതുരക്കട്ടയുടെ ഉപരിതല വിസ്തീർണം കാണുന്ന മാർഗം ഇങ്ങനെയാണ്. 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH. ഇതാണ് ഒരു ചതുരക്കട്ടയുടെ ഉപരിതല വിസ്തീർണം കാണുന്ന മാർഗം. മക്കളെ 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH. 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH. എടാ ഒരു ചതുരക്കട്ടയുടെ ഉപരിതല വിസ്തീർണം എന്താണ് ചതുരക്കട്ട എന്ന് ചോദിച്ചാൽ ദാ ഇങ്ങനെ വരുന്നൊരു ഫിഗർ ഉണ്ടല്ലോ, ഇതാണ് ചതുരക്കട്ട. ഈ ചതുരക്കട്ടയുടെ ഉപരിതല വിസ്തീർണം കാണുന്ന മാർഗം മക്കളെ 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH. ശരി, ഈ ഉപരിതല വിസ്തീർണം മക്കളെ നമുക്കറിയാമല്ലോ 1422 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന്. 1422 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് അറിയാമല്ലോ, അറിയാം. ശരി, നമുക്കിനി വില കൊടുക്കാം. വില കൊടുക്കുമ്പം മക്കളെ 2 ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ LB, എല്ലിൻ്റെ സ്ഥാനത്ത് 3x എന്ന് പറയാം, 3x ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് 5x എന്ന് പറയാം, 5x പ്ലസ് BHൻ്റെ സ്ഥാനത്ത് മക്കളെ ബിയുടെ സ്ഥാനത്ത് 5x ഇൻറ്റു എച്ചിൻ്റെ സ്ഥാനത്ത് 8x പ്ലസ് അടുത്തത് LH ദാ എല്ലിൻ്റെ സ്ഥാനത്ത് 3x ഇൻറ്റു എച്ചിൻ്റെ സ്ഥാനത്ത് 8x. ഓക്കെ ആണോ? ശരി, ഈക്വൽ ടു 1422 എന്ന് പറയാം. ഈക്വൽ ടു 1422. മക്കളെ ഈ രണ്ടിനെ നമുക്ക് അങ്ങ് അപ്പുറത്തുകൊണ്ട് ഹരിക്കാം. ഇവിടെ ഗുണിച്ചിരിക്കുന്ന രണ്ടിനെ അപ്പുറത്തുകൊണ്ട് ഹരിക്കാം. ശരി, അങ്ങനെ ഹരിക്കുമ്പം ബാക്കി പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട്? 3x 5x ഗുണിച്ചാൽ 5 3 15x സ്ക്വയർ എന്ന് വരും. മക്കളെ 3 5 ഗുണിച്ചാൽ 15, x ഗുണിച്ചാൽ x സ്ക്വയർ പ്ലസ് 5 8 ഗുണിച്ചാൽ 8 5 40, x ഗുണിച്ചാൽ x സ്ക്വയർ പ്ലസ് 8 3 ഗുണിച്ചാൽ 8 3 24, x ഗുണിച്ചാൽ x സ്ക്വയർ ഈക്വൽ ടു 1422നെ ഇവിടെ ഗുണിച്ചിരിക്കുന്ന രണ്ടിനെ അപ്പുറത്തുകൊണ്ട് ഹരിക്കുമ്പോൾ മക്കളെ 1422നെ പകുതി പറഞ്ഞാൽ 711 എന്ന് വരും. ശരിയാണോ? എടാ ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നു ഗുണിച്ചിരിക്കുക, അതിനെ അപ്പുറത്തുകൊണ്ട് ഹരിച്ച്. ക്ലിയർ ആണോ? ശരി, ഇനി നമുക്ക് ഇതിനൊന്ന് കൂട്ടിയെടുക്കാം. 15x സ്ക്വയറും 40x സ്ക്വയറും 24x സ്ക്വയറുടെ കൂട്ടിയാൽ 40 24 64, 64 10 74 5 79, അതായത് മൊത്തത്തിൽ 79x സ്ക്വയർ എന്ന് വരും. മക്കളെ മൊത്തത്തിൽ 79x സ്ക്വയർ ഈക്വൽ ടു 711 എന്ന് വരും. ഇത്രയും ക്ലിയർ ആണോ? എടാ മൊത്തത്തിൽ 79x സ്ക്വയർ ഈക്വൽ ടു 711 എന്ന് വരും. ക്ലിയർ ആണോ? 79x സ്ക്വയർ ഈക്വൽ ടു 711. എങ്കിൽ ഉറപ്പായിട്ടും എക്സ് സ്ക്വയർ ഈക്വൽ ടു മക്കളെ 711/79 എന്ന് പറയാം. എക്സ് സ്ക്വയർ ഈക്വൽ ടു 711/79 എന്ന് പറയാം. എങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു മക്കളെ എക്സ് സ്ക്വയർ ഈക്വൽ ടു 711നെ നിങ്ങൾ 79 കൊണ്ട് ഹരിച്ചു നോക്കിക്കോ, 9 എന്ന് വരും. 9. എടാ എക്സ് സ്ക്വയർ ഈക്വൽ ടു 9 എന്ന് വരും. എക്സ് സ്ക്വയർ ഈക്വൽ ടു 9 എന്ന് വരും. എങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പറയാം എക്സ് ഈക്വൽ ടു √9. എക്സ് ഈക്വൽ ടു √9 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 3 എന്ന് വരത്തില്ലയോ? മക്കളെ എക്സിൻ്റെ വില 3 എന്ന് കിട്ടും. എക്സിൻ്റെ വില 3 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് എന്തുവാ? എങ്കിൽ ഈ ചതുരക്കട്ടയുടെ ഉയരം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഉയരം. എടാ ചതുരക്കട്ടയുടെ ഉയരമാണ് ദാ ഇത് 8x. എങ്കിൽ ഉയരം ഹൈറ്റ് ഈക്വൽ ടു 8x ആണ്. എങ്കിൽ 8x എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു എക്സ് 3 ആണ്. 8 ഇൻറ്റു 3 24 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ ശരിയായ ഉത്തരം 24 സെൻറ്റിമീറ്റർ ആണ്. പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ ശരി ഉത്തരം 24 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, 24 സെൻറ്റിമീറ്റർ. ക്ലിയർ? നമ്മൾ ചെയ്ത് എന്തുവാ? എടാ ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരത്തിൻ്റെയും റേഷ്യോ അറിയാം. എങ്കിൽ അവരെ നമ്മൾ എക്സ് ചേർത്തങ്ങ് പറഞ്ഞ് 3x 5x 8x. ഇനി അതിൻ്റെ ഉപരിതല വിസ്തീർണം തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉപരിതല വിസ്തീർണം കാണുന്ന സമവാക്യം അറിയണം. 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH ഈക്വൽ ടു 1422 എന്ന് എഴുതി. ഇനി ഇവിടെ ഗുണിച്ചിരിക്കുന്ന രണ്ടിനെ അപ്പുറത്തുണ്ട് ഹരിച്ച്. അപ്പം എല്ലിൻ്റെയും ബിയുടെയും എച്ചിൻ്റെയും എല്ലാത്തിൻ്റെയും വില കൊടുത്തു. അപ്പോൾ ഇവിടെ 15x സ്ക്വയർ, ഇവിടെ 40x സ്ക്വയർ, ഇവിടെ 24x സ്ക്വയർ എന്ന് വരും. ഈക്വൽ ടു 1422നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 711 വന്നു. എക്സ് സ്ക്വയർ എല്ലാം കൂട്ടുമ്പോൾ 79x സ്ക്വയർ എന്ന് വരും.
ഈക്വൽ ടു 711. എക്സ് സ്ക്വയറിൻ്റെ മാത്രം വില കണ്ടുപിടിക്കാൻ 711/79 9 വരും. എടാ എക്സ് സ്ക്വയർ 9 എങ്കിൽ എക്സ് 3 ആയിരിക്കും. എക്സ് 3 എങ്കിൽ നമുക്ക് വേണ്ടത് ഉയരമാണ് മക്കളെ. ഉയരം കാണുന്നത് എങ്ങനെ? 8x 8 × 3 24. മനസ്സിലായോ? ഇനി നമ്മളോട് ചോദ്യം ഇതിൻ്റെ വ്യാപ്തമായിരുന്നു ചോദ്യമെങ്കിൽ മക്കളെ ഇതിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന മാർഗ്ഗം ഓർത്ത് വെച്ചോ. നീളം ഗുണം വീതി ഗുണം ഉയരം. എടാ എൽ ഗുണം ബി ഗുണം എച്ച്, LBH എന്ന് പറയും. LBH ഇതിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നെങ്കിൽ 3x ഗുണം 5x ഗുണം 8x ചെയ്യണമായിരുന്നു. 3x ഗുണം 5x ഗുണം 8x ചെയ്യണമായിരുന്നു. അപ്പം 3 ഗുണം 3 ഗുണം 3 ഇൻറ്റു 5 ഗുണം 3 ഇൻറ്റു 8 ഗുണം 3 ചെയ്താൽ ഇതിൻ്റെ വ്യാപ്തം കിട്ടിയനെ. മനസ്സിലായോ? ക്ലിയർ ആണോ? നമ്മുടെ ശരിയായ ഉത്തരം 24 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 60 ഡിഗ്രി കോണുണ്ടാക്കുന്ന ഒരു ഭീമാകാരമായ പിസ്സ കഷ്ണത്തിൻ്റെ വിസ്തീർണം 77/3 സെൻറ്റിമീറ്റർ ആണ്. ചതുരാകൃതി എന്നല്ല, ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നാണ് കേട്ടോ. അന്നത്തെ ചോദ്യത്തിലും ഇതിങ്ങനെയാണ് കിടന്നത്. ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നാണ് വരുന്നത്. ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നാണ് കേട്ടോ. പിസ്സ കഷ്ണത്തിൻ്റെ ആരം എത്രയാണ്? ഇതാണ് ചോദ്യം. മക്കളെ 60 ഡിഗ്രി കോണുണ്ടാക്കുന്ന ഭീമാകാരമായ ഒരു പിസ്സ കഷ്ണം. 60 ഡിഗ്രി കോണുണ്ടാക്കുന്ന ഭീമാകാരമായ ഒരു പിസ്സ കഷ്ണം. ഇതാണ് മക്കളെ ആ പിസ്സ. 60 ഡിഗ്രി കോണുണ്ടാക്കുന്ന ഭീമാകാരമായ ഒരു പിസ്സ കഷ്ണം എന്ന് പറഞ്ഞാൽ സംഭവം അതൊരു വൃത്താംശമാണ്. ഇംഗ്ലീഷിൽ സെക്ടർ എന്ന് പറയും. മക്കളെ മലയാളത്തിൽ വൃത്താംശം എന്ന് പറയും, ഇംഗ്ലീഷിൽ അതിനെ സെക്ടർ എന്ന് വിളിക്കും. എങ്കിലൊരു സെക്ടറിൻ്റെ വിസ്തീർണമാണ് മക്കളെ തന്നിരിക്കുന്നത് 77/3 സെൻറ്റിമീറ്റർ സ്ക്വയർ. 77/3 സെൻറ്റിമീറ്റർ സ്ക്വയർ. എങ്കിൽ അതിൻ്റെ ആരം എത്രയാണെന്നാണ് കണ്ടുപിടിക്കണ്ടേ? 2022 നവംബർ 22 നടന്ന SI മെയിൻസിൻ്റെ ചോദ്യമാണ്. അതായത് ഡിഗ്രി ലെവൽ SI മെയിൻസിൻ്റെ ചോദ്യമാണ് മക്കളെ ഇത്. നോക്കിയേ, ഒരു സെക്ടർ അഥവാ വൃത്താംശം മലയാളം, സെക്ടർ ഇംഗ്ലീഷ്. അതിൻ്റെ ഏരിയയാണ് മക്കളെ തന്നിരിക്കുന്നത് 77/3 സെൻറ്റിമീറ്റർ. 77/3 സെൻറ്റിമീറ്റർ സ്ക്വയർ അഥവാ ചതുരശ്ര സെൻറ്റിമീറ്റർ. ശരി, നമുക്ക് ഒരു പിസ്സ അഥവാ ഒരു സെക്ടറിൻ്റെ വിസ്തീർണം കാണുന്നത് എങ്ങനെയാണെന്ന് അറിയണം. നമുക്കറിയാം വൃത്തത്തിൻ്റെ വിസ്തീർണം കാണുന്നത് എങ്ങനെയാണ് മക്കളെ? വൃത്തത്തിൻ്റെ വിസ്തീർണം കാണുന്ന മാർഗ്ഗം πr² എന്നാണ്. എടാ വൃത്തത്തിൻ്റെ വിസ്തീർണം കാണുന്ന മാർഗ്ഗം πr² എന്നാണ്. എങ്കിൽ വൃത്തത്തിൻ്റെ ഒരംശം, അതാണ് വൃത്താംശം, അതിൻ്റെ വിസ്തീർണം കാണാൻ πr² ഇൻറ്റു x/360. എടാ πr² ഇൻറ്റു x/360. അതായത് വൃത്തത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ ഒരംശം. വൃത്തത്തിൻ്റെ വിസ്തീർണം πr², അതിൻ്റെ ഒരു അംശം എന്ന് പറഞ്ഞാൽ x/360. മനസ്സിലായോ? വൃത്താംശത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ πr² ഇൻറ്റു, അതായത് വൃത്തത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ ഒരംശം πr² ഇൻറ്റു x/360. ഓക്കെ, ഇതാണ് മക്കളെ തന്നിരിക്കുന്നത് 77/3 എന്ന്. 77/3. ഇനി 77/3നോടൊപ്പം പൈ ഉണ്ടോ? ഇല്ല. പൈ എന്നൊരു സാധനം ഇല്ല. നോക്കിയാൽ മതി. പൈ ഉണ്ടോ? പൈ ഇല്ല. അപ്പം കൃത്യമായിട്ട് പൈ ഇല്ലാതെയാണ് അവർ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. എങ്കിൽ പൈയുടെ വിലയടക്കം കൊടുത്ത് വേണം നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ. ശരി, അപ്പോൾ പൈയുടെ വില നമ്മൾ സാധാരണ കൊടുക്കുന്നത്, വില കൊടുക്കുമ്പോൾ 22/7 എന്നാണ് കൊടുക്കുന്നത്. വില കൊടുത്ത് ചെയ്യാം 22/7 ഇൻറ്റു r² അറിയത്തില്ല, അപ്പോൾ r² എങ്ങനെ തന്നെ എഴുതാം, ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മുടെ വൃത്താംശത്തിൻ്റെ സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ 60 ആണ്. 60/360 എന്ന് എഴുതാം, ഈക്വൽ ടു 77/3. ശരി, ഞാൻ ഈ r² കണ്ടുപിടിക്കാൻ യുവന്മാരെ എല്ലാം അപ്പുറത്ത് കൊണ്ടടിക്കുമോ? എങ്കിൽ r² ഈക്വൽ ടു ആദ്യം അപ്പുറത്ത് കിടക്കുന്ന ആരാ? 77/3 അങ്ങനെ തന്നെ എഴുതി. എന്നിട്ടോ ഇവിടെ കിടക്കുന്ന 22/7 ആദ്യം അപ്പുറത്ത് കൊണ്ടുപോകുമോ? അപ്പം അത് തിരിഞ്ഞ് വീഴും. എന്താ? 7/22 വരും മക്കളെ. 7/22 വരും. ഇൻറ്റു ഇതാ ഇവിടെ കിടക്കുന്ന 60/360 അപ്പുറത്ത് കൊണ്ടുപോകുമ്പം ഇതാ നേരെ തിരിഞ്ഞ് വീഴും. 360/60 വരും. ഓക്കെ ആണോ? ശരി, അപ്പോൾ r² വില കിട്ടും. നമുക്ക് നോക്കാം, വെട്ടിക്കളയാം. 0 0 വെട്ടിക്കളയാം ആദ്യം. 6നകത്ത് 6 ഒരു വെട്ടം, 36നകത്തിൽ 6 വെട്ടം. ഇതാ 3നകത്ത് 3 ഒരു വെട്ടം, 6നകത്ത് 2 വെട്ടം. ഓക്കെ,
22-നെ 77-നെ നമുക്ക് 11 കൊണ്ട് വെട്ടാം. 22-നകത്ത് 11 2 വെട്ടാം. 77-നകത്ത് 11 7 വെട്ടാം. ഇനിയും വെട്ടാം. 2-നകത്ത് 2 ഒരു വെട്ടാം. ഇവിടെയും 2-നകത്ത് 2 ഒരു വെട്ടാം. ഇനി വെട്ടാനൊന്നുമില്ല മക്കളെ. ആർ സ്ക്വയർ ഈക്വൽ ടു 7 ഗുണം 7 എന്ന് വരും. 7 ഗുണം 7 എന്ന് പറഞ്ഞാൽ 49. എടാ ആർ സ്ക്വയർ 49 എങ്കിൽ ആർ ഈക്വൽ ടു √49 എന്ന് പറഞ്ഞാൽ 7 എന്ന് വരും. നമ്മുടെ ആരം 7 സെൻറ്റിമീറ്റർ എന്ന് വരും. എങ്കിൽ ആ ഭീമാകാരമായ പിസ്സ കഷ്ണത്തിൻ്റെ ആരം സുഹൃത്തുക്കളെ 7 സെൻറ്റിമീറ്റർ ആണ്. ഭീമാകാരമായ പിസ്സ കഷ്ണത്തിൻ്റെ മക്കളെ ആരം 7 സെൻറ്റിമീറ്റർ ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായോ? സിമ്പിൾ അല്ലയോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണം കാണുന്നത് എങ്ങനെ മക്കളെ? പൈ ആർ സ്ക്വയർ. വൃത്താംശത്തിൻ്റെ വിസ്തീർണം കാണാൻ അഥവാ സെക്ടറിൻ്റെ വിസ്തീർണം കാണാൻ പൈ ആർ സ്ക്വയർ ഇൻറ്റു x/360. അപ്പോൾ എന്താണ് എക്സ് എന്ന് ചോദിച്ചാൽ ആ തന്നിരിക്കുന്ന പിസ്സയുടെ അഥവാ സെക്ടറിൻ്റെ കേന്ദ്രകോൺ. ക്ലിയർ ആണേ? വ്യക്തമാണെന്ന് കരുതട്ടെ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. ഒരു മുറിയുടെ തറയുടെ നീളവും വീതിയും യഥാക്രമം 7.5 മീറ്ററും 2 മീറ്ററുമാണ്. 1/16 മീറ്റർ സ്ക്വയറുള്ള 40 ടൈൽസ് ഉപയോഗിച്ച് തറ ഭാഗികമായി മൂടി. ടൈൽസ് ഉള്ളതും ഇല്ലാത്തതുമായ തറയുടെ അനുപാതം എത്രയാണ്? ഓപ്ഷൻ 10:1, 1:10, 5:1, 1:5. 2022 ഒക്ടോബർ 22 നടന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ ചോദ്യമാണ്. ഒന്നുകൂടെ. ഒരു മുറിയുടെ തറയുടെ നീളവും വീതിയും യഥാക്രമം 7.5 മീറ്ററും 2 മീറ്ററുമാണ്. 1/16 അതായത് 1/16 മീറ്റർ സ്ക്വയർ അഥവാ സ്ക്വയർ മീറ്റർ ഉള്ള 40 ടൈൽസ് ഉപയോഗിച്ച് മക്കളെ തറ ഭാഗികമായി മൂടി. എങ്കിൽ ടൈലുള്ളതും ടൈലില്ലാത്തതുമായ തറയുടെ അനുപാതം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. മക്കളെ ഒരു തറയുണ്ട്, ചതുരാകൃതിയായ ഒരു തറയുണ്ട്. ആ തറയുടെ നീളവും തന്നിട്ടുണ്ട്, വീതിയും തന്നിട്ടുണ്ട്. മക്കളെ തറയുടെ നീളവും വീതിയും തന്നിട്ടുണ്ട്. എടാ നീളം 7.5 മീറ്റർ ആണെങ്കിൽ വീതി 2 മീറ്റർ എന്ന്. ശരി, നമുക്ക് ആദ്യം ഈ തറയുടെ വിസ്തീർണം ഒന്ന് കണ്ടുപിടിച്ചാലോ? എടാ തറയുടെ വിസ്തീർണം കണ്ടുപിടിക്കാൻ നമുക്കറിയാം തറ ഒരു ചതുരാകൃതിയാണ്. നീളം ഗുണം വീതി ചെയ്താൽ മതി. നീളം 7.5 ഇൻറ്റു മക്കളെ വീതി 2 എങ്കിൽ 7.5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 7 2 14, അര ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ 15 മീറ്റർ സ്ക്വയർ എന്ന് വരും. ഇതാണ് നമ്മുടെ തറയുടെ വിസ്തീർണം. ഇതൊക്കെയാണോ? 7.5 ഗുണം 2 എന്ന് പറഞ്ഞാൽ മക്കളെ 15. 2 മീറ്റർ ആയതുകൊണ്ട് മീറ്ററിൻ്റെ സ്ക്വയർ വരും. അപ്പോൾ തറയുടെ വിസ്തീർണം 15 മീറ്റർ സ്ക്വയർ. തറയുടെ വിസ്തീർണം 15 മീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ? തറയുടെ വിസ്തീർണം മക്കളെ 15 മീറ്റർ സ്ക്വയർ. ഇനി എന്തോ പറയുന്നത്? 1/16 മീറ്റർ സ്ക്വയർ ഉള്ള 40 ടൈൽസ് ഉപയോഗിച്ച് തറ ഭാഗികമായി മൂടി. എടാ 1/16 മീറ്റർ സ്ക്വയർ. എടാ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ടൈലിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടൈലിൻ്റെ ഏരിയയാണ് മക്കളെ പറഞ്ഞത് 1/16 എന്ന്. കാര്യം എങ്ങനെ മനസ്സിലായി? അതിനോടൊപ്പം പറഞ്ഞത് 1/16 മീറ്റർ സ്ക്വയർ ഉള്ള അഥവാ ഒരു ടൈലിൻ്റെ ഏരിയയാണ് മക്കളെ പറഞ്ഞത് 1/16. മനസ്സിലായോ? എടാ ഒരു ടൈല് ഇതുള്ള ചെറിയ ടൈല്, ഈ ടൈലിൻ്റെ ഏരിയ ആണ് പറഞ്ഞത് 1/16 മീറ്റർ സ്ക്വയർ. 1/16 മീറ്റർ സ്ക്വയർ. മനസ്സിലായോ? അങ്ങനെയുള്ള 40 ടൈൽസ് ഉപയോഗിച്ച് തറ മൂടി. ശരി, എങ്കിൽ മൂടിയ തറയുടെ ഏരിയ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? മൂടിയ ഭാഗത്തിൻ്റെ വിസ്തീർണം എങ്ങനെ കണ്ടുപിടിക്കാം? മൂടിയ ഭാഗത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ എടാ ഒരു ടൈലിൻ്റെ ഏരിയ 1/16. അങ്ങനെയുള്ള 40 ടൈൽസ് ഉപയോഗിച്ച് തറ മൂടിയിട്ടുണ്ട്. എങ്കിൽ മൂടിയ ഭാഗത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഒരു ടൈലിൻ്റെ ഏരിയ ഇൻറ്റു എത്ര ടൈലാണോ ഉപയോഗിച്ചത് അത്രയും. ശരി, നമുക്കൊന്ന് വെട്ടാം. 16-നകത്ത് 8 കൊണ്ട് വെട്ടുമ്പോൾ 2 വെട്ടാം. 40-നകത്തിൽ 8 5 വെട്ടാം. 5 ഇനി വെട്ടാൻ പറ്റത്തില്ല. 1 ഇൻറ്റു 5 5 എന്ന് വരും. 5/2 എന്ന് വരും. 5/2 എന്ന് പറഞ്ഞാൽ മക്കളെ നമുക്ക് പോയിന്റ് ആക്കാം. 5/2 എന്ന് പറഞ്ഞാൽ 2.5 എന്ന് വരും. 5-നെ 2 കൊണ്ട് ഹരിച്ചാൽ 2.5 എന്ന് വരും. ശരിയാണോ? ഇത്രയും മനസ്സിലായോ? എന്തുവാ? എടാ മൂടിയ തറയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ മക്കളെ
2.5 മീറ്റർ സ്ക്വയർ എന്ന് വരും. നമുക്കറിയാം ഈ തറ മൊത്തം എത്ര ആയിരുന്നു? 15 മീറ്റർ സ്ക്വയർ ആയിരുന്നു. ഒരു ടൈലിൻ്റെ ഏരിയ 1/16. അങ്ങനെയുള്ള 40 ടൈൽ ഉപയോഗിച്ച് മൂടി. എങ്കിൽ മൂടിയ ഭാഗത്തിൻ്റെ ഏരിയ 2.5 മീറ്റർ സ്ക്വയർ. മൂടിയ ഭാഗത്തിൻ്റെ ഏരിയ 2.5 മീറ്റർ സ്ക്വയർ. നമ്മുടെ ചോദ്യം എന്തുവാ? ടൈൽസ് ഉള്ളതും ഇല്ലാത്തതുമായ തറയുടെ അനുപാതം എത്രയാണ്? ടൈൽസ് ഉള്ളതും ടൈൽസ് ഇല്ലാത്തതുമായ തറയുടെ അനുപാതം നോക്കാം. അപ്പം മക്കളെ, നമുക്ക് മൊത്തം അറിയാം. മൊത്തത്തിൽ തറയുടെ ഏരിയ 15 മീറ്റർ സ്ക്വയറാണ്. ഇതിൽ ടൈലുള്ള ഭാഗം 2.5. എങ്കിൽ 15 നമുക്ക് 2.5 കുറച്ചാൽ ടൈലില്ലാത്ത ഭാഗത്തിൻ്റെ ഏരിയ കിട്ടത്തില്ലയോ? ടൈലില്ലാത്ത ഭാഗത്തിൻ്റെ ഏരിയ കിട്ടും. അതായത് 12.5 മീറ്റർ എന്ന് കിട്ടും. മീറ്റർ സ്ക്വയർ എന്ന് വരും. ശരിയാണോ? 12.5 മീറ്റർ സ്ക്വയർ. അപ്പം മൊത്തം നമ്മുടെ തറ അല്ലെങ്കിൽ ആ മുറിയുടെ തറ എന്ന് പറഞ്ഞാൽ 15 മീറ്റർ സ്ക്വയറാണ്. ഇതിൽ ടൈൽ വിരിച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ 2.5 മീറ്റർ സ്ക്വയറാണ്. എങ്കിൽ ടൈൽ ഇല്ലാത്ത ഭാഗത്തിൻ്റെ ഏരിയ 12.5 മീറ്റർ സ്ക്വയറാണ്. മനസ്സിലായോ? ടൈലുള്ള ഭാഗത്തിൻ്റെ ഏരിയ മക്കളെ 2.5 മീറ്റർ സ്ക്വയർ. ടൈലില്ലാത്ത ഭാഗത്തിൻ്റെ ഏരിയ 12.5 മീറ്റർ സ്ക്വയർ. നമ്മുടെ ചോദ്യം ടൈലുള്ള ഭാഗത്തിൻ്റെയും അല്ലേ ടൈൽസ് ഉള്ളതും ഇല്ലാത്തതുമായ തറയുടെ അനുപാതം. എങ്കിൽ ടൈൽസ് ഉള്ള ഭാഗം മക്കളെ 2.5 മീറ്റർ സ്ക്വയറിൻ്റെയും ടൈൽസ് ഇല്ലാത്ത 12.5ൻ്റെയും അനുപാതമാണ് ചോദിക്കുന്നത്. റേഷ്യോ ആണ് ചോദിക്കുന്നത്. നമുക്കറിയാം രണ്ടിടത്തും പോയിൻ്റ് ഉണ്ട്. പോയിൻ്റ് ഒഴിവാക്കാൻ രണ്ടിടത്തെയും 10 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ മക്കളെ 25 വരും. ഇവിടെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 125 വരും. ശരി, നമുക്ക് 25 കൊണ്ട് വെട്ടാം. 25-നകത്തിൽ 25 ഒരു തവണ ഈസ്റ്റു 125-നകത്തിൽ 25 5 തവണ 1:5 വരും. നമ്മുടെ ശരി ഉത്തരം 1:5. ശരി ഉത്തരം ടൈലുള്ളതും ടൈലില്ലാത്തതുമായ തറയുടെ അനുപാതം 1:5 വരും. മക്കളെ ശരി ഉത്തരം ഓപ്ഷൻ ഡി 1:5 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി 1:5 ആണ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ശരി ഉത്തരം 1:5. ക്ലിയർ ആണോ? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. വ്യക്തമാണോ? ഓക്കെ, ഓപ്ഷൻ ഡി 1:5 ആണ് ശരിയായ ഉത്തരം. ശരി, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സിലിണ്ടറിൻ്റെയും കോണിൻ്റെയും വോളിയം 25:16 എന്ന അനുപാതത്തിലാണ്. അവയുടെ ഉയരം 3:4 എന്ന അനുപാതത്തിലാണ്. അപ്പോൾ സിലിണ്ടറിൻ്റെയും കോണിൻ്റെയും അടിത്തറയുടെ ആരത്തിൻ്റെ അനുപാതം എത്ര? നല്ല ചോദ്യമാണ്. സിലിണ്ടറിൻ്റെയും കോണിൻ്റെയും നമ്മൾ നേരത്തെ സിലിണ്ടറിനെ പറ്റിയും കോണിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ട് മക്കളെ. ഇതാണ് സിലിണ്ടർ, ഇതാണ് സിലിണ്ടർ അഥവാ വൃത്തസ്തംഭം. ഇതാണ് വൃത്തസ്തൂപിക, ഇതാണ് കോൺ. ഓക്കെ, സിലിണ്ടറിൻ്റെയും കോണിൻ്റെയും വോളിയം. അപ്പോൾ വീണ്ടും മക്കളെ സിലിണ്ടറും കോണും തന്നെ വന്നിരിക്കുക. വോളിയം മീൻസ് വ്യാപ്തം. വോളിയം എന്ന് പറഞ്ഞാൽ മക്കളെ വ്യാപ്തം. ഓക്കെ, വ്യാപ്തം 25:16 എന്ന അനുപാതത്തിലാണ്. നമുക്ക് ആദ്യം അതങ്ങ് എഴുതി വെക്കാം. ഇനി അവയുടെ ഉയരങ്ങൾ 3:4 എന്ന അനുപാതത്തിലുമാണെന്നാണ് പറയുന്നത്. അപ്പം മക്കളെ സിലിണ്ടറും കോണുമാണേ, സിലിണ്ടറും കോണും. അപ്പം സിലിണ്ടറിൻ്റെ വോളിയം കാണുന്ന മാർഗം ഞാൻ പറഞ്ഞു തന്നായിരുന്നു, πr²h. πr²h. ഇനി കോണിൻ്റെ വോളിയം കാണുന്ന മാർഗം പറഞ്ഞു തന്നായിരുന്നു 1/3 πr²h. 1/3 πr²h. ഓക്കെ, ശരി. ഇവരുടെ റേഷ്യോ, അതായത് ഇവരുടെ വോളിയങ്ങളുടെ അഥവാ വ്യാപ്തങ്ങളുടെ റേഷ്യോ 25:16 എന്നാണ് പറയുന്നത്. അപ്പോൾ ഈക്വൽ ടു എങ്ങനെ എഴുതാം മക്കളെ? 25:16 എന്ന് എഴുതാം. ഓക്കെ ആണോ? 25:16 എന്ന് എഴുതാം. എടാ, സിലിണ്ടറിൻ്റെ വോളിയം πr²h, കോണിൻ്റെ വോളിയം 1/3 πr²h. ഇതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 25:16 എന്ന്. എങ്കിൽ ഇനിയും നമുക്ക് എന്തോ അറിയാം? ഇവയുടെ ഉയരങ്ങൾ 3:4 എന്ന റേഷ്യോയിലാണെന്ന്. ഇവരുടെ ഉയരങ്ങൾ 3:4 എന്ന റേഷ്യോയിലാണെന്ന്. ശരി, അപ്പോൾ ഉയരങ്ങളൂടെ കൊടുക്കാം. ഇവയുടെ ഉയരങ്ങൾ അഥവാ h അറിയാം. അപ്പം പയ്യുടെ വില നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. അപ്പോൾ ആരങ്ങളുടെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആരത്തിൻ്റെ അനുപാതം കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ടിൻ്റെ ആരങ്ങൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പം ഇവൻ്റെ ആരത്തെ ഞാൻ R1 എന്ന് വിളിക്കുമോ? അപ്പോൾ R1² ഇൻറ്റു h മക്കളെ 3:4 അല്ലയോ? അപ്പോൾ ഇവൻ്റെ ഉയരത്തിനെ 3 എന്ന് വിളിക്കാം. ഈസ്റ്റു 1/3 എഴുതി, പൈ എഴുതി. ഇവൻ്റെ ആരം വേറെയാണേ, അതുകൊണ്ട് R2 എന്ന് വിളിക്കുക. R2² ഇൻറ്റു h മക്കളെ 4. കാര്യം 3:4 ആയിരുന്നു.
ഇതിനെ 25:16 എന്ന് പറയാം. 25:16. ഓക്കെ, നമുക്കറിയാം അംശബന്ധം കണ്ടുപിടിക്കുമ്പോൾ രണ്ടിടത്തും ഒരേപോലുള്ള ആൾക്കാരെ വെട്ടിക്കളയാം. അങ്ങനെയെങ്കിൽ മക്കളെ പൈയും വെട്ടിക്കളയാം. ഞാൻ എന്തിനാണ് R1 എന്നും R2 എന്നും എടുത്തെന്ന് ചോദിച്ചാൽ വെറും R എന്ന് മാത്രം കണ്ടാൽ രണ്ടിടത്തും R² ഉണ്ട്, അതുകൊണ്ട് പലരും വെട്ടിക്കളയും. അത് വെട്ടിക്കളയായിരിക്കാൻ R1 എന്നും R2 എന്നും എടുത്ത്. ശരി, ഇനി കിടക്കുന്ന മക്കളെ ഇവിടെ 3 R1² ഈസ്റ്റു 3 R1². ഇവിടെ 3 R1² ഈസ്റ്റു ഇവിടെ ഒരു 4 ഉണ്ട്. 1 × 4 4, 4/3 R2² എന്ന് വരും. 4/3 R2² ഈക്വൽ ടു 25:16 എന്ന് വരും. നമുക്കറിയാം ഇതിനെതാ ഇങ്ങനെയും ഗുണിക്കണം, ഇങ്ങനെയും ഗുണിക്കണം. ശരിയാണോ? അങ്ങനെ ഗുണിക്കുമ്പം 16 3 48 എന്ന് വരും. 48 R1² ഈക്വൽ ടു 25 4/3 R2² ഗുണിക്കുമ്പം 25 മുകളിലാണ് ഗുണിക്കുന്നത്. 25 മുകളിൽ ഗുണിക്കുമ്പം 25 × 4 100, 100/3 R2² എന്ന് വരും. ഓക്കെ ആണോ? ശരി, ഇനി നമുക്കറിയാം ഈ സമത്തിനപ്പുറം ഇപ്പുറം 2 ഭിന്നസംഖ്യകളാണ്. ഇതിനെ ക്രോസ് ഗുണിക്കണം. ക്രോസ് ഗുണിക്കുമ്പം 3 × 48 എന്ന് പറഞ്ഞാൽ മക്കളെ എന്തുവാ? 144 വരും. 144 R1² ഈക്വൽ ടു ഇങ്ങനെ ഗുണിക്കുമ്പം 100 R2². 100 R2². ഓക്കെ, 100 R1² ഈക്വൽ ടു 100 R2². നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2A = 3B ആണെങ്കിൽ A:B പറയുന്നത് എങ്ങനെയാണ്? 3:2. ഓർമ്മയുണ്ടോ? 2A = 3B ആണെങ്കിൽ A:B പറയാൻ സംഖ്യകളെ തിരിച്ചു പറയും. എങ്കിൽ ഇതാ ഇങ്ങനെ R1² R2² എന്ന് പറയുന്നത്. R1² R2² എന്ന് പറഞ്ഞാൽ ഇനി സംഖ്യകളെ തിരിച്ചു പറ. 100:144. 100:144. ഓക്കെ ആണോ? 100:144 എന്ന് വരും. ഏതൊക്കെയാ? R1² R2ൻ്റെ സ്ക്വയറും. R1ൻ്റെ സ്ക്വയർ അതായത് ഒന്നാമത്തെ ആരത്തിൻ്റെ സ്ക്വയറും രണ്ടാമത്തെ ആരത്തിൻ്റെ സ്ക്വയറും 100:144 എന്ന റേഷ്യോയിലാണ്. എങ്കിൽ മക്കളെ R1 R2 എന്ന് പറയുന്നത് ഇവരുടെ സ്ക്വയർ റൂട്ടുകളായിരിക്കും. അതായത് 10:12 എന്ന റേഷ്യോയിലായിരിക്കും. 100ൻ്റെ സ്ക്വയർ റൂട്ട് 10, 144ൻ്റെ സ്ക്വയർ റൂട്ട് 12. എങ്കിൽ R1 R2 എന്ന് പറഞ്ഞാൽ 10:12. സ്ക്വയറുകളാണ് 100ഉം 144. എങ്കിൽ നമുക്ക് വേണ്ടത് ആരങ്ങളുടെ റേഷ്യോയാണ്. ആരങ്ങളുടെ വർഗ്ഗങ്ങളുടെ റേഷ്യോ അല്ല, ആരങ്ങളുടെ റേഷ്യോയാണ്. എങ്കിൽ R1 R2 എന്ന് പറഞ്ഞാൽ 10:12. മക്കളെ 10നെയും 12നെയും ഒന്നുകൂടെ വെട്ടിച്ചെറുതാക്കാം. 2 കൊണ്ട് കിട്ടുമ്പം ഇവിടെ 5 എന്നും വരും, ഇവിടെ 6 എന്നും വരും. എങ്കിൽ R1 R2 എന്ന് പറഞ്ഞാൽ 5:6 എന്ന റേഷ്യോയിലാണ്. ആരങ്ങൾ നമ്മുടെ സിലിണ്ടറിൻ്റെയും കോണിൻ്റെയും അഥവാ വൃത്തസ്തൂപികയുടെയും ആരങ്ങൾ 5:6 എന്ന റേഷ്യോയിലാണ്. മക്കളെ 5:6 എന്ന റേഷ്യോയിലാണ്. മനസ്സിലായോ? സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. മനസ്സിലായിക്കാണെന്ന് കരുതുന്നു. നമ്മളിവിടെ വെട്ടിയതിന് ശേഷം 2 അറ്റങ്ങൾ തമ്മിൽ ഗുണിക്കുന്നു, ഇവിടെ ഗുണിക്കുന്നു. 16 3 ഗുണിക്കുമ്പോൾ 48 R1². 25 ഇവിടെ ഗുണിക്കുമ്പോൾ മുകളിലാണ് ഗുണിക്കേണ്ടത്. 100/3 R2². അപ്പം പിന്നീട് 2 ഭിന്നസംഖ്യ ക്രോസ് ഗുണിക്കണം. 144 R1² ഈക്വൽ ടു 100 R2². എങ്കിൽ R1² R2² തമ്മിലുള്ള റേഷ്യോ പറയാൻ സംഖ്യകളെ തിരിച്ച് പറഞ്ഞ് 100:144. എങ്കിൽ R1ഉം R2ഉം √100 √144. 10:12 എന്ന് വരും. ചെറുതാക്കുമ്പം 5:6 എന്ന് വരും. നമ്മുടെ ശരി ഉത്തരം 5:6. ഓപ്ഷൻ ബി 5:6 ആണ് നമ്മുടെ ശരിയായ ഉത്തരം. മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. ഓക്കെ ആണോ? വ്യക്തമാണെന്ന് കരുതിക്കൊണ്ട് നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ജിയോമെട്രിയിൽ PSC ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷകൾ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങളാണ്. തീർന്നിട്ടില്ല. ഇനിയും ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്ലാസ് കണ്ടിട്ടായിരിക്കണം അടുത്ത ദിവസത്തിലോട്ട് വരേണ്ടത്. അപ്പോൾ എല്ലാവരും നോട്ട് തയ്യാറാക്കി പഠിക്കുക. നല്ലൊരു ദിനം നേർന്നുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് തൽക്കാലം വിട പറയുന്നു. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.